തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ചൊല്ലി വിവാദം. ചടങ്ങിൽ വന്ദേമാതരം ആദ്യം ആലപിച്ചതാണ് വിവാദത്തിന് കാരണം. തമിഴ് തായ്വാഴ്ത്തിനെ അവഹേളിച്ചെന്നാണ് DMKയുടെ ആരോപണം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന CPIയും കത്ത് നൽകി. വന്ദേമാതരം ആദ്യം പാടിയത് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് TVKയുടെ വിശദീകരണം. For the national song Vande Mataram, followed by national anthem, followed by Tamil Thai Vaalthu. Vande Mataram Sujalam Sufalam Malayaj Sheetalam அத்திலக வாசனை போல் அனைத்துலகும் இன்பமுற எத்திசையும் புகழ் மணக்க இருந்த பெரும் തമിഴനങ്കേ. തുടക്കത്തിലെ കല്ലുകടിക്ക് കാരണമായത് ഇതാണ്. തമിഴ് തായ് വാഴ്ത്തെന്നത് തമിഴ് ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ പരിപാടികളിലും ആദ്യം പാടിയിരുന്നത് ഇതുതന്നെ. അതാണ് വിജയ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാറിയത്. വന്ദേമാതരത്തിനും ദേശഭക്തിഗാനത്തിനും ശേഷമാണ് തമിഴ് തായ് വാഴ്ത്ത് പാടിയത്. BJP സന്തോഷിപ്പിക്കാനാണ് വിജയ് ഇത് ചെയ്തതെന്ന് DMK ആരോപിച്ചു. തമിഴ്നാടിനെയും തമിഴ് ജനതയെയും TVK അവഹേളിച്ചുവെന്നും DMK കുറ്റപ്പെടുത്തി. ഇതാണോ വിജയ് കൊണ്ടുവരാൻ ശ്രമിച്ച മാറ്റമെന്നും DMK ചോദിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയണമെന്നും തമിഴ് തായ് വാഴ്ത്തിന് പ്രഥമ പരിഗണന ലഭിക്കുന്നുവെന്ന് TVK ഉറപ്പാക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടിയിരുന്ന വേദിയിലായിരുന്നു വന്ദേമാതരം ആദ്യം പാടിയത്. തമിഴ്നാട് സർക്കാരിന്റെ പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യവും ദേശീയഗാനം അവസാനവും പാടുന്നതാണ് പിന്തുടരുന്ന രീതി. ഇതിന്റെ പേരിൽ മുൻ ഗവർണർ RN രവിയും MK സ്റ്റാലിനും തമ്മിൽ തർക്കങ്ങളും പതിവായിരുന്നു. വന്ദേമാതരം ആദ്യം പാടിയത് ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് TVKയുടെ വിശദീകരണം. കേന്ദ്ര സർക്കാർ സർക്കുലർ അനുസരിക്കണമെന്ന് ലോക് ഭവൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് മന്ത്രി ആദവ് അർജുന വ്യക്തമാക്കി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.